പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവർക്കും പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആശംസകൾ. യോവാക്കിമിനെ അന്നയുടെ മകളായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ജനനം. അവർ അവൾക്ക് മറിയം എന്ന് പേരിട്ടു. പാവക്കറ യേശാദിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം. ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത സ്ഥാനം തന്നെയാണുള്ളത്. വിശുദ്ധരായ അനേകം പേർ ക്രൈസ്തവ സഭയിൽ ജീവിച്ചും മരിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെപ്പോലെ ജനഭക്തിയിലും വിശ്വാസവും ആർജിച്ച ഒരു വ്യക്തി വേറെയില്ല. അനേക ഗുണധനങ്ങളുടെ ഉറനിളവാണ് പരിശുദ്ധ അമ്മ. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും കാരുണ്യയുടെയും എല്ലാം ഉറവിടമാണ് പരിശുദ്ധ അമ്മ. തൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമാണ് പരിശുദ്ധ അമ്മ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എലിസബത്തിനെ സന്ദർശിക്കുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതും. കന്യകയെ താൻ പരിശുദ്ധാത്മാവിനെ ഗർഭിണിയാണെന്ന് ദൂതൻ അറിയിക്കുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ പരിശുദ്ധ അമ്മ എലിസബത്ത് ഗർഭിണിയാണെന്നറിയുമ്പോൾ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി കടന്നു പോകുന്ന പരിശുദ്ധ അമ്മ. ഏകദേശം 3 മാസത്തോളം പരിശുദ്ധ അമ്മ എലിസബത്തിനെ അവിടെ ശുശ്രൂഷിക്കുന്നതായി നാം കാണുന്നു. കാനായിലെ കല്യാണ വിരുന്നിലാണ് വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവിടെ അമ്മയ്ക്ക് ഹൃദയവേദനയുണ്ടാവുകയും അവരുടെ പ്രതികൂല സാഹചര്യം മനസ്സിലാക്കി അവരുടെ പ്രതിസന്ധി ഘട്ടം മനസ്സിലാക്കി പരിശുദ്ധ അമ്മ പുത്രൻ തമ്പുരാനോട് അവരെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളാണ് നമ്മൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആചരിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനെ പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനമായിട്ട് നമുക്ക് നമ്മളെ തമ്മിൽ കാഴ്ചവെക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് നമ്മൾക്ക് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.